സോണിയാഗാന്ധിയുടെ ആത്മകഥാ പ്രസിദ്ധീകരണത്തിൽ നിന്ന് പെൻഗ്വിൻ ബുക്സ് പിന്മാറി. പ്രസാധകർ നിർദ്ദേശിച്ച മാറ്റങ്ങൾ തള്ളിയതോടെയാണ് പിന്മാറ്റം. ഉള്ളടക്കത്തിലെ മാറ്റം ഒഴിവാക്കലും വേണമെന്ന ആവശ്യം നിരാകരിച്ചതിനെ തുടർന്നാണ് പിന്മാറ്റമെന്നാണ് വിവരം. സോണിയാഗാന്ധിയുടെ ആത്മകഥ ബിലോങ്ങിങ് എ ജേർണി ഓഫ് ലവ് നവംബർ 10 പുറത്തിറക്കുമെന്നാണ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത്. നവംബർ 10 പുസ്തകം വിപണിയിൽ ഇറങ്ങുമെന്നായിരുന്നു പുസ്തകത്തിന്റെ പ്രസാധകരായ ആൽഫ്രഡ് എ നോഫ് അറിയിച്ചത്. ഭാരതത്തിൽ പെൻഗ്വിൻ റാൻഡം ഹൗസ് പുസ്തകം വിപണിയിൽ എത്തിക്കുമെന്നായിരുന്നു ധാരണ. എന്നാൽ ചില എഡിറ്റോറിയൽ മാറ്റങ്ങൾ വേണമെന്ന പ്രസാധകരുടെ ആവശ്യം സോണിയാഗാന്ധി തള്ളിയതോടെ പിന്മാറുകയായിരുന്നെന്നാണ് വിവരം. ആദ്യ പതിപ്പിൽ ഭാരതത്തിൽ പുസ്തകത്തിന്റെ 1 ലക്ഷം കോപ്പികൾ അടിക്കുമെന്നാണ് പ്രസാധകർ അറിയിച്ചത്. ആത്മകഥയിൽ ഏതു തരത്തിലുള്ള മാറ്റങ്ങളാണ് ആവശ്യപ്പെട്ടതെന്ന കാര്യം വ്യക്തമല്ല. ഇതു സംബന്ധിച്ച് പ്രതികരിക്കാൻ പ്രസാധകരും സോണിയയും തയ്യാറായിട്ടില്ല. ഇറ്റലിയിലെ കുട്ടിക്കാലം മുതൽ നെഹ്റു കുടുംബത്തിലേക്കുള്ള വിവാഹം, രാഷ്ട്രീയ പ്രവേശനം, പ്രധാനമന്ത്രി പദം നിരസിക്കാനുള്ള തീരുമാനം വരെ എല്ലാം വിശദമായ പുസ്തകത്തിലുണ്ട്. 1965 കേംബ്രിഡ്ജിൽ വെച്ച് 19ാം വയസ്സിൽ രാജീവ് ഗാന്ധിയെ കണ്ടുമുട്ടിയത് മുതലുള്ള പ്രണയവും പുസ്തകത്തിൽ പറയുന്നു. രാജീവ് ഗാന്ധിയുടെ പൈലറ്റ് കാലവും 1980 സഞ്ജയ് ഗാന്ധിയുടെ മരണം കുടുംബത്തിൽ സൃഷ്ടിച്ച ആഘാതവും 1984 ഇന്ദിരാഗാന്ധി സ്വന്തം അംഗരക്ഷകരുടെ വെടിയേറ്റ് മരിച്ചതും തുടർന്ന് രാജീവ് ഗാന്ധി രാഷ്ട്രീയത്തിലെത്തിയതുമെല്ലാം പുസ്തകത്തിൽ വിശദമായി പ്രതിപാദിക്കുന്നു. ജീവിതകഥ എഴുതുന്നത് അത്ര എളുപ്പമായിരുന്നില്ലെന്നും സ്നേഹത്തിന്റെ നൂലിഴകളാൽ കോർത്തിണക്കപ്പെട്ട ജീവിതത്തെ തന്റെ പുസ്തകത്തിലൂടെ നിർവചിക്കാനായിരുന്നു ശ്രമമെന്നും സോണിയ പറയുന്നു. നെഹ്റു കുടുംബത്തെക്കുറിച്ച് ഇതിനകം നിരവധി പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും പലപ്പോഴും ശരിയായ രീതിയിൽ വിലയിരുത്തപ്പെട്ടിട്ടില്ലെന്നും സോണിയ പറയുന്നു. 2004 പ്രധാനമന്ത്രി പദം നിരസിക്കാനുള്ള തന്റെ തീരുമാനത്തിന് പിന്നിലെ കാരണങ്ങളും അവർ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. പെൻഗ്വിൻ പിന്മാറിയാൽ ഹാർപ്പർ കോളിൻസ് ആത്മകഥ ഭാരത വിപണിയിൽ എത്തിച്ചേക്കുമെന്നാണ് വിവരം. ജനം, ഡൽഹി.